ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കിരീടം വൈരിഞ്ചം പരിഹരപുര കൈഡബഭിദാഃ കഠോരേ കോടീരേ സ്ഖലസി ജഹി ജംഭാരി മകുടം പ്രണമ്രേഷ്വേ തേഷു പ്രസഭമുപയാതസ്യ ഭവനം ഭവസ്യാ അഭ്യുത്ഥാനേ തവ പരിജനോക്തിർ വിജയതേ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 29. അല്ലയോ മഹാദേവി, അഗ്രഭാഗത്തിൽ ബ്രഹ്മദേവന്റെ കിരീടത്തെ പരിഹരിച്ചാലും മഹാവിഷ്ണുവിന്റെ കഠിനമായ കിരീടത്തിന്റെ അറ്റത്ത് നിന്തിരുവടിയുടെ പാദങ്ങൾ തട്ടുന്നു. ദേവേന്ദ്രന്റെ കിരീടത്തെ പരിത്യജിക്കണേ എന്നിപ്രകാരം ഈ ബ്രഹ്മവിഷ്ണു മഹേന്ദ്രന്മാർ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭവനത്തിലേക്ക് വരുന്ന പരമേശ്വരന് അഭിമുഖമായി നിന്തിരുവടി പെട്ടെന്ന് ഉദ്ധാനം ചെയ്തപ്പോൾ അവിടുത്തെ സേവക ജനങ്ങളുടെ വാക്കുകൾ സർവോത്കർഷേണ വർത്തിക്കുന്നു. അതായത് ത്രിമൂർത്തികളും ഇന്ദ്രനും മറ്റും ദേവിയുടെ പാദകമലങ്ങളിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദേവിയുടെ നാഥനായ ശിവൻ അവിടേക്ക് എഴുന്നള്ളിയത്. പതിയുടെ ആഗമനം കണ്ട ദേവി പരിഭ്രമത്തോടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോ ദേവിയോട് പരിജനങ്ങൾ മുമ്പിലുള്ള കിരീടങ്ങളിൽ തടയാതെ നടക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ദേവിക്ക് മുന്നറിയിപ്പ് നൽകുന്ന ആ ഉപദേവതകളുടെ വാക്കുകൾ വിജയിക്കുമാറാകട്ടെ. ഈ വാക്കുകൾ ഭക്തന്മാരെ സകല ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്താൻ കഴിവുള്ള സിദ്ധ ഭജനങ്ങളാകട്ടെ എന്ന് ആചാര്യപാദർ പ്രാർത്ഥിക്കുന്നു. അംബികെ, ആശ്രിത വത്സലയും അഭയദായിനിയുമായ അമ്മേ, ഞങ്ങളിതാ നമസ്കരിക്കുന്നു. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.